കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടോ? എന്നാ പിന്നെ എല്ലാരും പോര്. ചട്ടി എടുത്തേക്ക്. ചട്ടി എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചു. ചൂടായതിനു ശേഷം സാധാ ഓയിൽ അല്ല കേട്ടോ, നമ്മളുടെ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ. പിന്നെ ഒരു 2 സ്പൂൺ നമ്മളുടെ കടലപ്പരിപ്പില്ലേ, അതിട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി മൂക്കട്ടെ കേട്ടോ. ഈ എണ്ണക്കത്തിരിക്ക ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്നാണല്ലോ, തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും. അതുകൊണ്ട് തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ഫുഡാണ്, ഏട്ടന്റെ ഫേവറേറ്റ്. നമ്മൾ ആ കടലപ്പരിപ്പ് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂൺ കപ്പലണ്ടി ഒന്ന് തട്ടാവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5 സ്പൂൺ ഫുൾ മല്ലി ഇട്ട് കൊടുക്കുക കേട്ടോ, മുഴുവനായിട്ടുള്ള മല്ലി. അത് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. മല്ലി മൂക്കാൻ അത്യാവശ്യം സമയം എടുക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താന്നല്ലേ, വെളുത്ത എള്ളില്ലേ, വെളുത്ത എള്ള് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളുത്ത എള്ള് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എണ്ണക്കത്തിരിക്ക എങ്ങനെ 2 എണ്ണ കൂട്ടിയിട്ട് ഉണ്ടാക്കാം. ഒന്ന് നമ്മളുടെ നല്ലെണ്ണ ഉപയോഗിക്കാം, അതിന്റെ കൂടെ കുറച്ച് എള്ളെണ്ണ ഉപയോഗിക്കാം. നമ്മളിവിടെ എള്ള് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എള്ളെണ്ണ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ചൊവ്വ ഇതിന്ന് കിട്ടിക്കോളൂല്ലോ. എള്ള് ഇട്ടിട്ട് കുക്ക് ചെയ്യുമോന്ന് തിങ്ക് ചെയ്യുന്നുണ്ടാവൂല്ലേ? ആ, ചെയ്യും. നല്ല ടേസ്റ്റാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എപ്പോഴും ഒരേപോലെ കഴിക്കണ്ടാലോ. അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരാണ്, ചിരകി വെച്ച നാളികേരം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കിയുള്ള എണ്ണയില്, അതിൽ നിന്നെല്ലാം മാറ്റിയതിനു ശേഷം ബാക്കി വരുന്ന എണ്ണയില് നമ്മളുടെ വഴുതനങ്ങ കുറച്ച് വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എന്നാൽ വലിയ വലുതല്ല കേട്ടോ, ഒരു കുഞ്ഞിനേക്കാൾ കുറച്ചുകൂടി ഒരു വലുതായത്. അതിനെ നമ്മൾ ഒന്ന് നെട്ടി കുറച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ നമ്മൾ പച്ചമാങ്ങയിലൊക്കെ ഉപ്പും മുളകും തേക്കില്ലേ, അതേപോലെ നമ്മൾ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളർ കണ്ടില്ലേ, അതാണ് കേട്ടോ പാകം. അത് കഴിഞ്ഞിട്ട് അതിൽ ബാക്കി എണ്ണയില് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇവിടുത്തെ താരങ്ങളാണ് നമ്മളുടെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും. വെളുത്തുള്ളി ഇഷ്ടമുള്ളവര് ഒന്നും നോക്കണ്ട, കൈ നിറയെ വാരി ഇട്ടോ കേട്ടോ. വെളുത്തുള്ളി നന്നായിട്ട് നല്ല കളറൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ, അതിന്റെ ഫുൾ ഫ്ലേവർ ആ കറിയിൽ നമുക്ക് അറിയണം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവര് നന്നായിട്ട് യൂസ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചെയ്തിടുന്നതാണ് അതിൻ്റെതായ ഒരു ശരി. എന്നിട്ട് നമ്മള് ഒരു 4-5 ഫുള്ള് മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുളക് എന്നിട്ട് അതിന്റെ കൂടെ കിടന്നിട്ടൊന്ന് മൂത്തോട്ടെ. ഇത് ഏകദേശം മൂത്ത് വരുമ്പോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കുഞ്ഞു ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി നന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് രണ്ടും കൂട്ടുകാരെ പോലെയാ, നല്ല ടേസ്റ്റാ. ഇവരെല്ലാരും കൂടി ഒരുമിച്ച് കൂടുമ്പോ ആ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാ. പിന്നെ ഞാനൊരു 2 തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ തക്കാളി ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വേവണം. അത് വെന്ത് വരുമ്പോ അതിന്റെ എണ്ണയൊക്കെ പതുക്കെ പതുക്കെ പൊന്തി വരാൻ തുടങ്ങും. അതിനെ മാത്രല്ല, അതിന്റെ കൂടെ കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 5 സ്പൂണ് നമ്മളുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കളറാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂടിയിട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല ഡ്രൈ ആയി വരുമ്പോ എണ്ണയൊക്കെ പൊന്തി വരും. ആ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചതില്ലേ, അതെല്ലാം കൂടി മിക്സിയിൽ വന്നിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് തട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ബാക്കി വെള്ളം കാണുന്നത് ഞാൻ മിക്സി കഴുകി ഒഴിച്ചതാണ്, നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവുമ്പോ നമുക്ക് ആ ഒരു മണം വരാൻ തുടങ്ങും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ എള്ളും ഉള്ളി എല്ലാം കൂടി ചേർന്ന് നല്ലൊരു സ്മെല്ല് വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചട്ടിയാവുമ്പോ അവിടെയൊക്കെ പിടിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് വടിച്ചെടുത്തോട്ടോ. കണ്ടു, അത് വന്നപ്പോ നല്ല കളറ് വന്നില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന പുളിയാണ്. പുളി അത്യാവശ്യം നന്നായിട്ട് ആഡ് ചെയ്തോളൂ. അപ്പൊ പുളിയുടെ ഫ്ലേവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോണെന്നല്ലേ, നമ്മള് ശർക്കര ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ
നല്ല ശർക്കരയാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങനെ തന്നെ അരച്ചിടാം. ഇല്ലെങ്കിൽ ഒന്ന് അരിച്ചിട്ടൊക്കെ ഒഴിക്കാം ട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് പുളി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ശർക്കര ഇടുന്നത്. അപ്പൊ ഈ പുളിയുടെയും എരിവിന്റെയും മധുരവും ഒക്കെ കൂടെ കൂടുമ്പോ ഈ കറിക്കൊരു വല്ലാത്ത ടേസ്റ്റാ. നമ്മളെ പുളിയിഞ്ചി ഒക്കെ ഇല്ലേ, എന്നാ പുളിയിഞ്ചിയുടെ ടേസ്റ്റ് അല്ല. പുളിയിഞ്ചിയുടെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടേക്കോ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ. ഇത് നന്നായിട്ട് അതിലേക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ ഞാൻ. നന്നായിട്ട് അത് തിളച്ചോട്ടെ, നന്നായിട്ടൊന്ന് കുറുകിക്കോട്ടെ കേട്ടോ. ഈ സമയത്തൊക്കെ വീട് മുഴുവൻ നല്ല മണമാണ്. നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുത്ത വീട്ടുകാർക്കൊക്കെ അറിയാട്ടോ ഞാൻ എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതുപോലെ മൊത്തത്തിൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പൊ ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. എല്ലാം കഴിഞ്ഞ് എല്ലാ ഫ്ലേവറിന്റെയും കൂടി ഉപ്പ് വേണമല്ലോ. അപ്പൊ ഉപ്പ് അത്യാവശ്യം ഇട്ട് നന്നായിട്ട് ഉപ്പൊക്കെ നോക്കിക്കോളൂ. ഇനി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എപ്പോഴും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കറിവേപ്പില ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നമ്മുടെ താരം വഴുതനങ്ങ. അത് നമ്മൾ ഫസ്റ്റ് വഴറ്റി വെച്ച വഴുതനങ്ങ അതങ്ങ് തട്ടിക്കോളൂ. തട്ടുമ്പോ ഒന്ന് നോക്കണേ, എണ്ണ ഉണ്ടാവും നമ്മൾ വഴറ്റി വെച്ചോണ്ട്. എണ്ണയൊന്നും ഒരു ഇത്തിരി പോലും മിസ് ചെയ്യണ്ട. പ്ലേറ്റിൽ നിന്നോ പാത്രത്തിൽ നിന്നോ നന്നായി വടിച്ചങ്ങ് ഇട്ടോളൂ. കണ്ടോ തളതളാൻ തിളയ്ക്കുന്നേ. ഇതാണ് അതിൽ കിടന്നൊന്ന് നന്നായിട്ട് ആ വഴുതനങ്ങയിലേക്ക് ഈ ഗ്രേവി അങ്ങ് പിടിക്കുന്ന വരെ ഒന്ന് ഒരു 8 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തോളൂ കേട്ടോ. അതൊന്ന് ബോയിൽ ആയിക്കോട്ടെ. നല്ല ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്തിട്ട് പറയണേ.